സമയം നട്ടുച്ചയാണ്, 2 മണിയാണ് ടൈം. നല്ല ചൂടുണ്ട്. എന്നാലും ഈ ചൂടിനെ വകവെക്കാതെ ഞാൻ എൻ്റെ മാക്ബുക്കിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്താ അറിയോ? സൂം. കാരണം എന്താ വെച്ചാൽ നാളെയാണ് നമ്മളെ ഡയമണ്ട് മൈൻഡിൻ്റെ നെക്സ്റ്റ് ബാച്ച് 8th ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പ്രീ കൺസൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ക്ലയൻറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സൂമൊക്കെ തപ്പി പിടിച്ചു, ആളുമായിട്ട് സംസാരിച്ചു. ചില ആളുകളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ലൈഫിലുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ പറയും. യെസ്, ഒബ്വിയസ്ലി അതാണ് പറയേണ്ടത്. എന്നാൽ കൂടി ചില ആളുകൾ ഗ്രോത്തിനെ പറ്റി മാത്രം പറയുന്ന ആളുകളുണ്ട്. എനിക്ക് ലൈഫിൽ ഇത് അച്ചീവ് ചെയ്യണം, എൻ്റെ ലൈഫിൽ ഈ ഒരു ആഗ്രഹം പൂർത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകളുണ്ട്. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇറ്റ്സ് മച്ച് ബെറ്റർ ദാൻ നമ്മൾ ബാക്കിയുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പം അവരോട് നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് സ്വീകരിക്കുകയും ചെയ്യും, അതിൽ വർക്ക് ചെയ്യുകയും ചെയ്യും, അതിൽ റിസൾട്ട് കണ്ടെത്തും എന്നുള്ളതാണ്. എനിവേ, നമ്മൾ പ്രീ കൺസൾട്ടേഷൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ ചെയ്യുന്ന ഈ ഒരു പണി എന്താ അറിയോ? ഇറ്റ്സ് സംതിങ് എ കമ്മിങ് സൂൺ പ്രോഗ്രാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടീം നെക്സ്റ്റ് വരുന്ന മന്തിൽ ഒരു ഗ്രാൻഡ് ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റിൻ്റെ ഫുൾ സ്ട്രക്ചർ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, അവരെ നെഗറ്റീവായിട്ടുള്ള ബിലീഫ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക, അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചില സ്റ്റക്നെസ് കാര്യങ്ങളുണ്ടാവും, അതിനെങ്ങനെ ഓവർകം ചെയ്യുക തുടങ്ങി നമ്മളെ ലൈഫിൻ്റെ എല്ലാ ഏരിയകളിലും ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പവർ പാക്ക് പ്രോഗ്രാം ഇത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പിന്നണി പ്രവർത്തനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ ആം സെർച്ചിങ് സം കണ്ടൻറ്റ്സ് ലൈക്ക് അവരുടെ ലൈഫിൽ അത് കിട്ടിയാൽ അവർ രക്ഷപ്പെടുന്ന തരത്തിലുള്ള കുറച്ച് കണ്ടൻറ്റ്സ് അവർക്ക് കൊടുക്കണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗൈഡ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളടുത്ത് വരുന്ന ആളുകൾക്ക് ഒരിക്കലും സമാധാനം കൊടുക്കുക എന്നതിലുപരി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പരിഹാരത്തിലേക്കായിരിക്കണം. അവരുടെ ലൈഫിൽ നിന്നും ആ പ്രശ്നം എങ്ങനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് അവർക്ക് മൈൻഡ്ഫുൾനെസ് സ്റ്റേറ്റിലേക്ക് എത്താനും അവരുടെ ലൈഫിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എങ്ങനെ എലിവേറ്റ് ചെയ്യാനും പറ്റുമെന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ സ്ട്രക്ചർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണമെന്ന് ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തപ്പിപ്പിടിച്ച് പോണ സമയത്താണ് ഞാനിപ്പോൾ തിരയുന്നതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സ്റ്റോറിയിൽ എത്തിപ്പെട്ടത്. സ്റ്റോറി ഇങ്ങനെയാണ്, സ്നേഹത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു വൃദ്ധനും വൃദ്ധയും തമ്മിലുള്ളൊരു ഡിവോഴ്സ് കേസിൻ്റെ സ്റ്റോറി. ഈ സ്റ്റോറി എന്താണെന്നുള്ളത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം. See you on tomorrow.